സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഉയർന്ന ജാതിയിൽപ്പെട്ടവർക്ക് സംവരണം ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനം. 10% സംവരണമാണ് ഏർപ്പെടുത്തുക. 8 ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ളവർക്ക് സംവരണം ലഭിക്കും. കൂടുതൽ വിശദാംശങ്ങളുമായി KP അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, വലിയൊരു തീരുമാനമാണ് മന്ത്രിസഭയിൽ ഉയർന്നു വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വതി, തെരഞ്ഞെടുപ്പ് വർഷത്തിലെ അസാധാരണമായ മന്ത്രിസഭാ യോഗത്തിലാണ് ഏറ്റവും നിർണായകമായ ഒരു തീരുമാനം കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത്. മുന്നോക്ക വിഭാഗത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% സംവരണം ഏർപ്പെടുത്തുവാനുള്ള തീരുമാനത്തിനാണ് കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിട്ടുള്ളത്. 8 ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള സാമ്പത്തികമായി പിന്നിൽ നിൽക്കുന്ന മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഉദ്യോഗസ്ഥ നിയമനത്തിൽ 10% സംവരണം ആണ് നൽകുക. ഇന്ന് ചേർന്ന അടിയന്തര മന്ത്രിസഭാ യോഗം പ്രധാനമായും പരിഗണിച്ചത് ഇതുതന്നെയാണ്. ഇതോടെ രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിലെയും ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് സംവരണത്തിന്റെ ആനുകൂല്യം ലഭിക്കും. മുന്നോക്ക വിഭാഗത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 10% ആളുകൾക്കായിരിക്കും സർക്കാർ ജോലിയിൽ അടക്കം ഇത്തരത്തിൽ നിയമനം ലഭിക്കുക. നിലവിലെ സുപ്രീം കോടതി വിധി പ്രകാരം ഏതെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ നിയമനം നടത്തുമ്പോൾ 50% അധികം ആളുകൾക്ക് സംവരണം നൽകരുത് എന്നുള്ള ഒരു നിയമം സുപ്രീം കോടതി പുറത്തിറക്കിയിട്ടുണ്ട്. നിലവിൽ 10% സംവരണം കൂടി ഏർപ്പെടുത്തുമ്പോൾ ഇത് 60% ഉയർത്തേണ്ടി വരും. തൊഴിൽ ലഭിക്കുന്നതിന്, അതായത് സർക്കാർ തസ്തികകളിലേക്ക് ഉദ്യോഗസ്ഥ പരീക്ഷ നടക്കുമ്പോൾ അഭിമുഖത്തിലടക്കമുള്ള കാര്യങ്ങളിൽ സംവരണം ഏർപ്പെടുത്തുമ്പോൾ 60% സംവരണം ഇപ്പോൾ ഏർപ്പെടുത്തിയെങ്കിൽ മാത്രമാണ് ഇത്തരത്തിൽ നിയമനം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ നടപടി നടപ്പിലാക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരിന് നിയമനിർമ്മാണം നടത്തേണ്ടി വരും. ഈ നിയമനിർമ്മാണ നീക്കവുമായാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പോകുന്നത്. നമുക്കറിയാം, നാളെയാണ് പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം അവസാനിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ 2 ദിവസത്തേക്ക് കൂടി പാർലമെന്റ് സമ്മേളനം നീട്ടിവെക്കുവാനുള്ള സാധ്യതയും ഇപ്പോൾ കാണുന്നുണ്ട്. അതേസമയം ഇങ്ങനെ ഒരു നിയമനിർമ്മാണത്തിന് നിയമപരമായ സാധ്യതയില്ല എന്ന തരത്തിലാണ് ഇപ്പോൾ നിയമവിദഗ്ധരുടെ ഭാഗത്ത് ലഭിക്കുന്ന സൂചനകൾ. അതായത് ആർട്ടിക്കിൾ 14 ലംഘനമായി ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ തീരുമാനം മാറും എന്ന നിരീക്ഷണം ഒരു ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. മാത്രമല്ല, ശരി അഭിലാഷ്, ഞാൻ അഭിലാഷിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ അഡ്വക്കേറ്റ് കാളീശ്വരം രാജ് നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. അഡ്വക്കേറ്റ് കാളീശ്വരം രാജ്, വലിയൊരു തീരുമാനം ഇന്നത്തെ കേന്ദ്ര മന്ത്രിസഭയിൽ ഉണ്ടായിരിക്കുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഉയർന്ന ജാതിയിൽപ്പെട്ടവർക്ക് സംവരണം ഏർപ്പെടുത്താൻ തീരുമാനമായിരിക്കുന്നു. എങ്ങനെ നോക്കിക്കാണുന്നു ഈ തീരുമാനത്തെ? എന്റെ അഭിപ്രായത്തിൽ ഇതൊരു പോപ്പുലിസ്റ്റ് നടപടിയാണ്. നിലവിലുള്ള ഭരണഘടനയുടെ തത്വങ്ങൾ അനുസരിച്ച് സാമ്പത്തിക സംവരണം വിവക്ഷിക്കപ്പെട്ടിട്ടില്ല, പറഞ്ഞിട്ടുള്ളതല്ല. കാരണം സാമ്പത്തികം എന്ന് പറയുമ്പോൾ ഒരാളുടെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ, ഒരു വ്യക്തിയുടെ സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത് എപ്പോഴും മാറാവുന്ന ഒരു സ്ഥിരതയില്ലാത്ത കൃത്യമായിട്ടുള്ള ഒരു കാര്യമല്ല. നേരെ മറിച്ച് ജാതീയ സംവരണം എന്ന് പറയുന്നത് ഒരുതരം ചരിത്രപരമായിട്ടുള്ള കോമ്പൻസേഷൻ ആണ്. ജാതി, ഒരാളുടെ സമുദായം എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. ഇത് ഡോക്ടർ അംബേദ്കർ തന്നെ ഭരണഘടനാ നിർമ്മാണ ചർച്ചകളിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ സാമ്പത്തിക സംവരണം എന്ന് പറയുമ്പോൾ സംവരണം എന്ന് എന്തിനു വേണ്ടിയിട്ടാണോ സംവരണം? ചരിത്രപരമായി നൂറ്റാണ്ടുകളായി ചില കീഴാള വിഭാഗന്മാർ അനുഭവിച്ചു വന്ന പിന്നാക്കാവസ്ഥയ്ക്കുള്ള പരിഹാരം എന്നുള്ള നിലയിലാണ് സർക്കാർ തൊഴിലുകളിലും അതുപോലെ തെരഞ്ഞെടുപ്പ് പോലുള്ള കാര്യങ്ങളിലും സംവരണം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. ഇന്ന് ധനികനായിട്ടുള്ള ഒരാൾ നാളെ ദരിദ്രനാവാം, നാളെ ദരിദ്രനായിട്ടുള്ള ഒരാൾ മറ്റന്നാൾ ധനികനാവാം. അവർക്കൊക്കെ സംവരണം കൊടുക്കുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് ഇന്നുള്ള ഭരണഘടനയിൽ വിവരിച്ചിട്ടുള്ള സംവരണ തത്വങ്ങൾക്കെതിരാണ്. സാമ്പത്തിക സംവരണം നമ്മുടെ ഭരണഘടന വിവക്ഷിച്ചിട്ടില്ലാത്ത കാര്യമാണ്. ചരിത്രപരമായിട്ടുള്ള കാരണങ്ങളാണ് സംവരണം ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. അതിനെയൊക്കെ നിഷേധിക്കുന്ന വിധത്തിലുള്ള ഒരു തീരുമാനം ഇപ്പോഴുണ്ടായിട്ടുള്ളത് നിലവിലുള്ള ഭരണഘടന പ്രകാരം അസാധ്യമാണ്. അതുകൊണ്ടാണ് ഭരണഘടന ഭേദഗതിക്ക് അവർ ശ്രമിക്കുമെന്ന് പറയുന്നത്. അതും ഇന്നത്തെ ചുറ്റുപാടിൽ നടക്കുക എളുപ്പമല്ല. കാരണം 2 സഭകളുടെയും പിന്തുണ ഉണ്ടെങ്കിൽ മാത്രം ഭരണഘടന ഭേദഗതിയിലൂടെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇതൊന്നും എളുപ്പമുള്ള കാര്യങ്ങളല്ല. എനിക്ക് തോന്നുന്നത് ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കാൻ എന്നതിലുപരി നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു പ്രതിച്ഛായ ഉണ്ടാക്കി ഈ വർഷം വരുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളെ കാണുന്നത്. അത് മുത്തലാഖ് ബില്ലിന്റെ കാര്യത്തിലായാലും സാമ്പത്തിക സംവരണത്തിന്റെ കാര്യത്തിലായാലും ഇതൊക്കെ തന്നെ ആത്യന്തികമായി രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി വരുന്ന കാര്യങ്ങളാണ്. ഏതായാലും തത്വത്തിലും ഭരണഘടനാപരമായും യോജിക്കാവുന്ന തീരുമാനമല്ല ഇന്നുണ്ടായിരിക്കുന്നത്.
ശരി, വളരെയധികം നന്ദി അഡ്വക്കേറ്റ് കാളീശ്വരം രാജ് ഞങ്ങളോട് പ്രതികരിച്ചതിന്. അഭിലാഷ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. അഭിലാഷിലേക്ക് ഒരിക്കൽ കൂടി. അഭിലാഷ്, ഇപ്പോൾ അഡ്വക്കേറ്റ് കാളീശ്വരം രാജ് പറഞ്ഞതുപോലെ ഇത് നടപ്പിലാക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു തീരുമാനമാണ്. ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരുമെന്ന് അവർ പറയുന്നുണ്ടെങ്കിലും അത് നടപ്പിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ തന്നെയല്ലേ അതിനെ കാണേണ്ടത്? തീർച്ചയായും ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ അതിന്റെ നിയമപരമായ നടപടികളിലൂടെ കൂടി കടന്നു പോവുക എന്നത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചും വലിയ വെല്ലുവിളിയാണ്. എന്നാൽ ഈ വിഷയത്തിൽ നമ്മൾ എടുത്തു പറയേണ്ടത് ഇങ്ങനെയൊരു തീരുമാനത്തോട് പൊതുവെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വലിയ വിയോജിപ്പില്ല എന്നുള്ളതാണ്. കേരളത്തിൽ തന്നെ ഇടതുപക്ഷം ഇത്തരത്തിൽ ഒരു സാമ്പത്തിക സംവരണം നടപ്പിലാക്കണമെന്ന കാര്യം വളരെ നേരത്തെ തന്നെ തീരുമാനിച്ചതും അങ്ങനെ ഒരു തീരുമാനം മുന്നോട്ട് വെക്കുകയും ചെയ്തതാണ്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്ക് ഇടതുപക്ഷം പോയിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. കോൺഗ്രസും ഇത്തരത്തിൽ സാമ്പത്തികമായി പിന്നിൽ നിൽക്കുന്ന മുന്നോക്ക വിഭാഗങ്ങളിലെ ആളുകൾക്ക് ഏർപ്പെടുത്തുന്ന സമരണത്തെ രാഷ്ട്രീയമായി എതിർക്കുന്നതിനുള്ള സാധ്യത കുറവാണ്. അതേസമയം ദളിത് സംഘടനകൾ ഒന്നടങ്കം ഇതിനെതിരെ രംഗത്തെത്തുകയും ചെയ്യുന്നുണ്ട്. ദളിത് നേതാക്കൾ ഇതിനെതിരെ രംഗത്തെത്തി കഴിഞ്ഞിരിക്കുന്നു. ഹാർദിക് പട്ടേൽ ഇപ്പോൾ തന്നെ ഇതിനിൽ വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട്. ഇത് സർക്കാരിന്റെ ലോലിപോപ്പ് തീരുമാനമാണ് എന്ന തരത്തിലുള്ള നിലപാടാണ് സ്വീകരിച്ചത്. BJPയെ സംബന്ധിച്ചിടത്തോളം ഇത് തെരഞ്ഞെടുപ്പ് വർഷമാണ് എന്നതും അവർ മുന്നിൽ കാണുന്നുണ്ട്. നമുക്കറിയാം 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ രാജസ്ഥാൻ, മധ്യപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ സാധാരണ നിലയിൽ BJPക്കൊപ്പം എക്കാലവും നിൽക്കുന്ന മുന്നോക്ക വിഭാഗങ്ങൾ പോലും ഈ തെരഞ്ഞെടുപ്പിൽ BJPയെ തിരിഞ്ഞുകൊച്ചുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു തീരുമാനവുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അതിന് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യവുമുണ്ട്. തെരഞ്ഞെടുപ്പ് എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ടത് എന്ന കാര്യത്തിൽ തർക്കവുമില്ല. അവിടെ ഇടതുപക്ഷത്തിനോ കോൺഗ്രസിനോ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനം സ്വീകരിക്കുക എന്നതും പ്രയാസകരമായിരിക്കും. എന്തായാലും പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം അവസാനിക്കുന്ന സാഹചര്യവുമുണ്ട്. 2 ദിവസത്തിനുള്ളിൽ ഇത്തരം ഒരു വിഷയം സഭയിലേക്ക് എത്തിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. നാളെയാണ് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം സമാപിക്കുന്നത്. അതേസമയം 2 ദിവസം കൂടി സമ്മേളനം നീട്ടിവെക്കുവാനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നുമുണ്ട്. ആ നിലയിൽ നടപടിക്രമങ്ങളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുമോ എന്നതിൽ ഇപ്പോഴും കൃത്യതയില്ല. എന്നാൽ നേരത്തെ കാളീശ്വരം രാജ് സൂചിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് നിയമപരമായി ഈ വിഷയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഭരണഘടന അനുശാസിക്കുന്ന സംവരണ തത്വങ്ങളെ അട്ടിമറിക്കുന്ന ഒരു സമീപനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്ന ആക്ഷേപം ഉയരുക തന്നെ ചെയ്യും. അതായത് സാമൂഹികമായി പിന്നിൽ നിൽക്കുന്ന മതവിഭാഗങ്ങൾക്കാണ് സംവരണം ഏർപ്പെടുത്തേണ്ടത് എന്നതാണ് ഭരണഘടന ഇപ്പോൾ അനുശാസിക്കുന്നത്. അത് സാമ്പത്തികമായ സ്ഥിതിഗതികൾ പരിഗണിച്ചുകൊണ്ടായിരിക്കരുത് എന്നുള്ളതാണ് ഭരണഘടന മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും സംവരണ വിഷയത്തിൽ പിന്നോക്ക വിഭാഗങ്ങൾക്ക് മാത്രം ആനുകൂല്യം ലഭിക്കുകയും ഉയർന്ന ജാതിയിൽപ്പെട്ട പല വിഭാഗങ്ങളിൽപ്പെട്ടവർ സാമ്പത്തികമായി ഏറെ പിന്നോക്കം പോവുകയും അവർക്ക് സർക്കാർ ഉദ്യോഗസ്ഥ തലത്തിലടക്കം ജോലിക്ക് അവസരമില്ലാത്ത സാഹചര്യമാണ് ഉള്ളത് എന്ന തരത്തിൽ ഉന്നത വിഭാഗങ്ങളിൽ നിന്ന്, ഉയർന്ന മതവിഭാഗങ്ങളിൽ നിന്ന്, മുന്നോക്കം നിൽക്കുന്ന മതവിഭാഗങ്ങളിൽ നിന്ന് ആക്ഷേപം ഉയരുന്ന പശ്ചാത്തലമുണ്ട്. മറുഭാഗത്ത് ആകട്ടെ വർഷങ്ങളായി സംവരണം നടപ്പിലാക്കുന്നുണ്ട് എങ്കിലും സാമ്പത്തികമായി ഇപ്പോഴും പിന്നോക്കം നിൽക്കുകയും സാമൂഹികമായി ഉയർന്നു വരുന്നതിനുള്ള കൃത്യമായ അവസരങ്ങൾ ലഭിക്കാതെ പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പിന്നാക്ക മതവിഭാഗങ്ങളുടെ നിലപാട്. ശരി അഭിലാഷ്, ഞാൻ അഭിലാഷിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ MP രാജേഷ് MP നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ MP രാജേഷ്, ഇത്തരത്തിലൊരു തീരുമാനം, വലിയ തീരുമാനം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ പോകുന്നു എന്ന തീരുമാനത്തിൽ എത്തിയിരിക്കുന്നു. ഈ ഒരു തീരുമാനത്തെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പാർലമെന്റിലേക്ക് ഈ തീരുമാനം എത്തുമ്പോൾ NDAക്ക് പുറത്തു നിന്നുള്ള MPമാരുടെ കൂടി പിന്തുണ ഈ ബില്ലിന് അല്ലെങ്കിൽ ഈ ഒരു തീരുമാനത്തിന് വേണ്ടി വരില്ലേ? പാർലമെന്റ് ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെല്ലാം സഭയിൽ നിന്ന് ഇപ്പോൾ പുറത്തിറങ്ങിയതേ ഉള്ളൂ. അപ്പോഴാണ് ക്യാബിനറ്റിന്റെ തീരുമാനത്തെ കുറിച്ച് അറിഞ്ഞത്. വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. എന്തായാലും പൊതുവിൽ CPIM സംവരണത്തിന്റെ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ള ഒരു പൊതു നിലപാടുണ്ട്. ആ പൊതു നിലപാട് മുന്നോക്ക സമുദായങ്ങളിൽ സാമ്പത്തികമായിട്ട് പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾക്ക് ഒരു നിശ്ചിത ശതമാനം സംവരണം കൊടുക്കണമെന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഗവൺമെന്റ് നിലപാടുകളും സ്വീകരിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ എടുത്തിട്ടുള്ള ഈ തീരുമാനത്തിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്, അത് ഏതെല്ലാം തരത്തിൽ അതിന്റെ ആരെയെല്ലാം എങ്ങനെയെല്ലാം ബാധിക്കും തുടങ്ങിയ കാര്യങ്ങൾ വിശദാംശങ്ങൾ അറിയേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ അതിനെക്കുറിച്ച് പറയാനാവുകയുള്ളൂ. 10% സംവരണമാണ് ഏർപ്പെടുത്തുകയെന്ന് അറിയുന്നു. 8 ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ളവർക്കാണ് സംവരണം ലഭിക്കുക എന്ന് പറയുന്നു. ഇത് പാർലമെന്റിലേക്ക് എത്തുകയാണെങ്കിൽ അതിനെ പിന്തുണയ്ക്കുമോ? അത് സംബന്ധിച്ച വിശദാംശങ്ങൾ അക്കാര്യങ്ങളെല്ലാം പാർട്ടി ചർച്ച ചെയ്തായിരിക്കും തീരുമാനം എടുക്കുക. ഞങ്ങൾ പൊതുവിൽ ഇക്കാര്യത്തിൽ സ്വീകരിച്ച നിലപാടിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. സംവരണത്തിന്റെ കാര്യത്തിൽ നേരത്തെ മുതൽ തന്നെ CPIM സ്വീകരിച്ചിട്ടുള്ളൊരു നിലപാടുണ്ട്. ആ നിലപാട്
സംവരണ സമുദായങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങളിൽ ഒരു തരത്തിലുള്ള ഇളവും പാടില്ല, കുറവും പാടില്ല എന്നതാണ്. ആ ആനുകൂല്യങ്ങൾ തുടരുകയും അതോടൊപ്പം മറ്റ് സമുദായങ്ങളിലെ പാവപ്പെട്ട ആളുകൾക്ക് ഒരു നിശ്ചിത ശതമാനം സംവരണം കൊടുക്കുകയും ചെയ്യുക എന്ന പൊതുനിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. നിലവിൽ സംവരണം കിട്ടിക്കൊണ്ടിരിക്കുന്നവരുടെ ആനുകൂല്യങ്ങളിൽ ഒരു കുറവും വരുത്താൻ പാടില്ല എന്നുള്ളതുമാണ് ഞങ്ങൾ എടുത്തിട്ടുള്ള നിലപാട്. ശ്രീ രാജേഷ്, അങ്ങനെയാണെങ്കിൽ പോലും തെരഞ്ഞെടുപ്പിന് മുൻപ് ഇത് പാസ്സാക്കാൻ കഴിയുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? ഇത് പാസ്സാക്കാനാണ് ഉദ്ദേശം ഈ സർക്കാരിന് ഉണ്ടായിരുന്നത് എങ്കിൽ ഇന്ന് ക്യാബിനറ്റ് ഇത് ക്ലിയർ ചെയ്യുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നാളെ സഭ അവസാനിക്കുകയാണ്. ഒരൊറ്റ ദിവസം കൂടി മാത്രമാണ് അവശേഷിക്കുന്നത്. എന്താണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നുള്ള വ്യക്തമല്ല. പാർലമെന്റിൽ വരട്ടെ, അപ്പൊ നോക്കാം. തീർച്ചയായും. വളരെയധികം നന്ദി ശ്രീ MP രാജേഷ് MP ഞങ്ങളോട് പ്രതികരിച്ചതിന്. പാർലമെന്റിലേക്ക് ആ വിഷയം വരുമ്പോൾ ചർച്ച ചെയ്ത് തീരുമാനം എടുക്കുമെന്നാണ് MP രാജേഷ് MP പറഞ്ഞത്. KP അഭിലാഷ് തുടരുകയാണ്. അഭിലാഷ്, ഇപ്പോൾ പാർലമെന്റിലേക്ക് ഈ ബില്ലെത്തുമ്പോൾ അത് പാസ്സാക്കുന്നത് സംബന്ധിച്ചുള്ള ചോദ്യത്തിനും ശ്രീ MP രാജേഷ് MPയുടെ മറുപടി താങ്കൾ കേട്ട് കാണും. അത് ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല, പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നാണ് അവർ പറയുന്നത്. എന്തായാലും 3-2 ഭൂരിപക്ഷം വേണം പാസ്സാകണമെങ്കിൽ. അതിന് NDAക്ക് പുറത്തു നിന്നുള്ള MPമാരുടെ പിന്തുണയും വേണം. അതും ഒരു വെല്ലുവിളി തന്നെയല്ലേ സർക്കാരിന്? അശ്വതി, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത് അത് തന്നെയാണ്. MP രാജേഷ് സൂചിപ്പിക്കുന്നത് പോലെ ഇടതുപക്ഷത്തിന് ഈ വിഷയത്തിലുള്ള നിലപാട് സാമ്പത്തികമായ സംവരണം നടപ്പിലാക്കണം എന്നത് തന്നെയാണ്. എന്നാൽ നമുക്കറിയാം ഇത് ഒരു തെരഞ്ഞെടുപ്പ് വർഷം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഓരോ നിലപാടുകൾക്കും രാഷ്ട്രീയമായ മറ്റൊരു പശ്ചാത്തലം കൂടി ഉണ്ടാകും. ഈ സമ്മേളന കാലയളവിൽ വിഷയം അവതരിപ്പിക്കുകയും ഇത് പാർലമെന്റ് പാസ്സാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും ഈ ക്രെഡിറ്റ് പൂർണ്ണമായും പോകുന്നത് നരേന്ദ്രമോദി സർക്കാരിലേക്കായിരിക്കും. അങ്ങനെ ഒരു നീക്കത്തിന് പൊടുന്നനവേ കോൺഗ്രസോ ഇടതുപക്ഷമോ തയ്യാറാകില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പിന്നീട് സഭയിലേക്ക് ഈ വിഷയം വരുമ്പോൾ തീർച്ചയായും 3-2 ഭൂരിപക്ഷത്തോടു കൂടി മാത്രമേ ഭരണഘടനാപരമായ ഭേദഗതികൾ, ഭരണഘടനാപരമായ ഒരു നിയമനിർമ്മാണം കേന്ദ്ര സർക്കാരിന് നടത്താൻ സാധിക്കുകയുള്ളൂ. അവിടെ പാർലമെന്റിനകത്ത് ലോക്സഭയിൽ ഒരു പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം, NDA സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ എളുപ്പത്തിൽ സാധിച്ചേക്കും. അവിടെ കൃത്യമായ ഒരു അംഗബലമാണ് കൃത്യമായി NDAക്കുള്ളത്. മുത്തലാഖ് ബിൽ അടക്കം പരിഗണിച്ചപ്പോൾ വലിയ പിന്തുണ ലഭിച്ചത് നമ്മൾ കണ്ടതുമാണ്. അതേസമയം രാജ്യസഭയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ അവിടെ 93 അംഗങ്ങളുടെ പിന്തുണ മാത്രമാണ് NDAക്ക് ഇപ്പോഴുള്ളത്. അതിൽ തന്നെ മുത്തലാഖ് വിഷയത്തിലാകട്ടെ JDU വേറിട്ടൊരു സമീപനം സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഒരു ബിൽ പാസാക്കിയെടുക്കുക എന്നത് രാജ്യസഭയിൽ NDAയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തീർത്തും ബുദ്ധിമുട്ടുള്ള ഒരു പശ്ചാത്തലമുണ്ട്. അതേസമയം നമുക്കറിയാം വിഷയം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. സാമ്പത്തിക സംവരണം നടപ്പിലാക്കുക എന്ന നിലപാടിനോട് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക്, ദളിത് സംഘടനകൾക്കൊഴികെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക്, മുഖ്യധാരാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വലിയ വിയോജിപ്പില്ല. BSP, സമാജ്വാദി പാർട്ടി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ എന്ത് നിലപാടാണ് സ്വീകരിക്കുക എന്നതും ലോക്സഭയിലും രാജ്യസഭയിലും ബിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ, നിയമനിർമ്മാണം നടപ്പിലാക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ഇതിൽ രാഷ്ട്രീയമായി കാണേണ്ടത് BJPയെ സംബന്ധിച്ചിടത്തോളം മുത്തലാഖ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ സ്ത്രീകൾക്ക്, മുസ്ലിം സമുദായത്തിൽപ്പെട്ട അനാചാരങ്ങളെ ഇല്ലാതാക്കുക, സ്ത്രീകൾക്ക് ലിംഗസമത്വം ഉറപ്പാക്കുക, ഇത്തരത്തിലുള്ള സാമൂഹ്യ മുന്നേറ്റവുമായാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഭാഗമായാണ് മുത്തലാഖ് അവതരിപ്പിച്ചത്. അതുപോലെ തന്നെ മറ്റൊരു സാമൂഹിക മുന്നേറ്റത്തിന് വേണ്ടിയാണ് സാമ്പത്തിക സംവരണം എന്നത് നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറാകുന്നത് എന്ന തരത്തിൽ വളരെ കൃത്യമായ ഒരു പ്രതീതി ഈ തെരഞ്ഞെടുപ്പിലടക്കം ഉണ്ടാക്കുവാൻ BJPക്ക് സാധിക്കും. സാമ്പത്തിക സംവരണം നടപ്പിലാക്കാൻ തങ്ങൾ തയ്യാറായിരുന്നു. അത്തരത്തിലുള്ള ഒരു നീക്കവുമായാണ് കേന്ദ്ര സർക്കാർ പോയത്. എന്നാൽ പാർലമെന്റിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ ലഭിക്കാത്തത് കൊണ്ട് മാത്രമാണ് അത് നടപ്പിലാക്കാൻ സാധിക്കാതെ പോയത് എന്ന സമീപനമായിരിക്കും ഒരു പക്ഷേ ഈ ബിൽ അവതരിപ്പിക്കപ്പെടുകയോ പാസ്സാക്കാൻ സാധിക്കാതെ പോവുകയോ ചെയ്താൽ BJP സ്വീകരിക്കുക. അത് തെരഞ്ഞെടുപ്പിലടക്കം വലിയ തോതിൽ പ്രതിഫലനം ഉണ്ടാക്കും. മുന്നോക്ക വിഭാഗങ്ങളുടെ പിന്തുണ തിരിച്ചുപിടിക്കാൻ പല സംസ്ഥാനങ്ങളിലും ഇത് BJPക്ക് വഴിയൊരുക്കുമെന്ന നിരീക്ഷണമാണ് NDAക്കും BJPക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് MP രാജേഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെയൊരു ബിൽ പാസ്സാക്കിയെടുക്കുക എന്നതിനേക്കാൾ ഇങ്ങനെയൊരു മുന്നേറ്റം നടത്തുക എന്നത് തന്നെയാണ് BJPയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട അജണ്ട. അതിനപ്പുറത്ത് ഈ ബിൽ പാസ്സാക്കിയെടുക്കണമായിരുന്നുവെങ്കിൽ നേരത്തെ തന്നെ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാമായിരുന്നു കേന്ദ്ര സർക്കാരിന്. പാർലമെന്റ് നടപടികൾ നാളെ അവസാനിക്കുന്ന സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് തിടുക്കത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്നതുകൊണ്ട് തന്നെ സഭയിൽ ഇത് എത്തിക്കുകയും സഭയിൽ വിജയിപ്പിക്കുകയും ചെയ്യുക എന്നത്
BJPയെ സംബന്ധിച്ചിടത്തോളം, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളി കൂടിയാണ് അശ്വതി. ശരി. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഉയർന്ന ജാതിയിൽപ്പെട്ടവർക്ക് സംവരണം ഏർപ്പെടുത്താനുള്ള വലിയ തീരുമാനം കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്നു. 10% സംവരണമാണ് ഏർപ്പെടുത്തുക. 8 ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ളവർക്കാണ് സംവരണം ലഭിക്കുക. വിവരങ്ങളാണ് KP അഭിലാഷ് ഡൽഹിയിൽ നിന്നും നൽകിയത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക സമുദായക്കാർക്ക് സംവരണം ഏർപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാർ നീക്കം സ്വാഗതാർഹമെന്ന് NK പ്രേമചന്ദ്രൻ പറഞ്ഞു. പൊതുവെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സ്വാഗതം ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സമൂഹങ്ങൾക്ക് അതിന് ഭരണഘടനാ ഭേദഗതി ആവശ്യമാണ്. സ്വാഭാവികമായിട്ടും ഭരണഘടനാപരമായ ഭേദഗതി ആവശ്യമാണ്. അത് പൊതുവെ സ്വീകാര്യമായിട്ടുള്ള ഒരു നിർദ്ദേശമാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ്. ഞങ്ങളുടെ പാർട്ടി അടക്കം എല്ലാ പാർട്ടികളും ഈ കാര്യത്തെ സംബന്ധിച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന, ദുരിതമനുഭവിക്കുന്ന, ദാരിദ്ര്യമനുഭവിക്കുന്ന ജനങ്ങൾക്ക് സാമൂഹികമായിട്ടുള്ള സുരക്ഷിതത്വവും പരിരക്ഷയും കൊടുക്കണമെന്നുള്ളത് പൊതുവെ സ്വാഗതം ചെയ്യപ്പെടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം.